ഇങ്ങനെ ആമർത്തി പീഡിച്ചിട്ട് അങ്ങോട്ട് കുറെ പ്രോഡക്റ്റ് ഒരു സൈഡിൽ വാരി അങ്ങ് ഇടുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് ഭയങ്കര വൈറ്റ് വാഷ് അടിച്ച പോലെ തോന്നും. പക്ഷെ എനിക്കിത് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒരു അൺബോക്സിംഗ് വീഡിയോ ഫ്ലിപ്കാർട്ടിൽ നിന്നത്. അതിനകത്ത് ഒരു കൊറിയൻ ഫൗണ്ടേഷൻ ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള, യൂട്യൂബിൽ അത്യാവശ്യം ബ്യൂട്ടി വ്ളോഗ്സ് ഒക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും പരിചയമായ ഒരു ഫൗണ്ടേഷൻ ആണ് സുനിഷ കുഷ്യൻ ഫൗണ്ടേഷൻ. അപ്പൊ അതിന്റെ അൺബോക്സിംഗും അതിന്റെ പാക്കേജിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ കാണിക്കാൻ പോണത് അത് ട്രൈ ചെയ്തിട്ട് എന്റെ സ്കിന്നിന് അത് സ്യൂട്ട് ആവുന്നുണ്ടോ, അത് ഈ പറയുന്ന പോലെ ഒരുപാട് ഗുഡ് റിവ്യൂസ് ഒരുപാട് ബാഡ് റിവ്യൂസ് ഞാൻ കണ്ടു. എന്താണ്, ചിലർക്ക് നല്ലപോലെ ചേരുന്നുണ്ട്, ചിലർക്ക് ഒട്ടും ചേരുന്നില്ല, ഭയങ്കര പുട്ടിയിട്ട ഫീലാണ്, വൈറ്റ് വാഷ് അടിച്ച പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്റെ ഫേസിന് ഇത് ചേരുന്നുണ്ടോ, അല്ലെങ്കിൽ ഡസ്കി സ്കിന്നിന് ഇത് ചേരോ, എന്റെ ഒരു ഡസ്കി ടു മീഡിയം അങ്ങനത്തെ ഒരു സ്കിൻ ടോൺ ആണ് വരുന്നത്. അപ്പം എന്റെ സ്കിന്നിന് സ്യൂട്ട് ആവോ എന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും അത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവോ ഇല്ല എന്നുള്ള. അപ്പൊ നിങ്ങൾക്ക് നേരെ വീഡിയോ കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ട്, ഈ ഒരു സുനിഷ കുഷ്യൻ ഫൗണ്ടേഷൻ. ഇതിന്റെ അൺബോക്സിംഗ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ വരുന്നതാണ് ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ. അപ്പൊ ഇതിന്റെയും രണ്ടിന്റെയും അൺബോക്സിംഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പാക്കേജിംഗ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് വരുന്ന മിറർ കണ്ടോ, ഭയങ്കര ഒരു പുകഞ്ഞ ഒരു മിറർ ആയിട്ടാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഒരു പുകഞ്ഞ ഫീലാണ്. അതുകൊണ്ട് ഈ മിറർ കൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഇല്ല. നമ്മളൊരു എക്സ്ട്രാ മിറർ കരുതുന്നതായിരിക്കും നല്ലത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാന്നുള്ളത്. പക്ഷെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഫുൾ ആയിട്ട് നല്ലൊരു റിവ്യൂ പറയാൻ പറ്റില്ല. 60 സെക്കൻഡിനുള്ളിൽ നിൽക്കുന്ന റിവ്യൂ മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് അവർ ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റ് വാട്ടർ പ്രൂഫ് ആണ്, അതുപോലെ സ്വെറ്റ് പ്രൂഫ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ നല്ലപോലെ കവർ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും സത്യമാണോ അല്ലേ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പൊ അതൊന്നും ഒരു 60 സെക്കൻഡിൽ നിന്നാൽ പറ്റില്ല. അത് ഞാൻ വെറുതെ ചെറവറാന്ന് ചെയ്തു പോകുന്ന ഒരു വീഡിയോ മാത്രമായിരിക്കും. അപ്പൊ എനിക്ക് അത് നിങ്ങളുടെ അടുത്തൊരു ഹോണസ്റ്റ് റിവ്യൂ അറിയിക്കണം എന്നുണ്ട്, അതിന്റെ പെർഫോമൻസ്. ഒരുപാട് പേർക്ക് അത് അറിയാനായിട്ട് ആഗ്രഹവും ഉണ്ടാവും. ഇപ്പോൾ പലരും പല രീതിക്കാണല്ലോ റിവ്യൂസ് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോങ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. ഓക്കെ, ഇതിനുള്ളിൽ കൂടെയാണ് നമുക്ക് പ്രോഡക്റ്റ് പുറത്തേക്ക് വരുന്നത്. നിങ്ങൾക്ക് ഓക്കെ, ഇത് ഈ ഒരു ഹോളിൽ കൂടെയാണ് നമുക്ക് പ്രോഡക്റ്റ് പുറത്തോട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഞാനിപ്പോ ആക്ച്വലി സ്കിന്നിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ഒരു സംഭവങ്ങളും ഞാൻ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ സ്കിന്നിൽ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാൻ പറ്റും. ഞാൻ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് വന്നിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ പ്രോഡക്റ്റ് പിക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് പിക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് നല്ല അടിപൊളി ഡിസൈനിലുള്ള ഒരു സംഭവമാണ് കിട്ടണം കേട്ടോ. നമുക്കിത് ഫൗണ്ടേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ വാരി വലിച്ച് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. കാരണം വാരി വലിച്ച് അപ്ലൈ ചെയ്താൽ നമുക്ക് അത് ഈവൻ നമ്മുടെ സ്കിൻ ടോണിലുള്ള ഒരു ഫൗണ്ടേഷൻ ആയാൽ പോലും വാരി എടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര കേക്കിയാക്കും, ഭയങ്കര വൈറ്റ് വാഷ് അടിച്ച പോലെ ഇരിക്കും. അതുകൊണ്ട് ഈ ഒരു ഒറ്റൊരു പ്രസ് മാത്രം ലൈറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ അമർത്തി അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഡോട്ട്, ഇവിടെ ഒരു ഡോട്ട്, ഇവിടെ ഇവിടെ ഇവിടെ. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ചായിട്ടിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഒരുപാട് എടുത്ത് വാരി ഇട്ടിട്ട് അവസാനം പിന്നെ റിഗ്രറ്റ് ചെയ്യരുതല്ലോ. ഓക്കെ, വീണ്ടും ഞാൻ ഇതിൽ നിന്നൊരു എടുക്കുന്നുണ്ട്.
ഓക്കെ, ഇങ്ങനെയാണ്. ചിലര് എന്താണ് കൈ വെച്ചിട്ട് ഇതുപോലെ കൈയിനടുത്ത് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് എടുത്തിട്ട് എനിക്കിത് ഈ ഒരു കളറാട്ടോ വരുന്നത്. ഭയങ്കര എനിക്ക് എൻ്റെ സ്കിൻ ഷെയ്ഡേ അല്ല, എൻ്റെത് ഭയങ്കര ലൈറ്റാണ് ഈ ഷെയ്ഡ്. ഞാൻ കൈ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, എൻ്റെ സ്കിൻ ഷെയ്ഡേ അല്ല, എൻ്റെ നിന്നും വളരെ വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഈ ഷെയ്ഡ് വന്നിട്ട്. ഞാൻ ഷെയ്ഡ് പറഞ്ഞുതരാം ഏത് ഷെയ്ഡാണ് ഞാൻ എടുത്തതെന്നുള്ളത്. ഒരുപാട് പേര് പല വീഡിയോസിലായിട്ട് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു ഇവരെന്താ ഈ ഷെയ്ഡ് പറയാത്തതെന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഷെയ്ഡ് പറഞ്ഞുതരാം. ഓക്കെ, ഇതും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ ബ്യൂട്ടി ബ്ലെൻഡറിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ് എനിക്ക് ഒന്നും പറയാനില്ല. കാരണം നിങ്ങൾക്കിത് വർക്കാവൂലേ എനിക്കൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ ബ്യൂട്ടി ബ്ലെൻഡർ നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ട് വർക്കാവും. നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ മാത്രമല്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഫൗണ്ടേഷനും അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സത്യം, സീരിയസ്ലി. ഞാനിനിപ്പം ഒരു 200 രൂപ എന്താണ് ഒരു നല്ലൊരു ബ്ലെൻഡറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇതിന്റെ റേറ്റ് വന്നിട്ട് ഞാൻ വാങ്ങിച്ചത് 210 റുപ്പീസിനായിരുന്നു. പല റേറ്റിന് ഓൺലൈനിൽ കിടക്കുന്ന ഞാൻ കണ്ടായിരുന്നു കേട്ടോ. 149 കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 149 എനിക്ക് തോന്നുന്നു 2 വാങ്ങിക്കുമ്പോഴാണ് 149 കിട്ടുക. ഓക്കെ, അങ്ങനെയാണ്. അത് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 2 വാങ്ങിക്കുമ്പോഴാണ് 149 കിട്ടുന്നത്. അല്ലാതെ ഉള്ളതിനെല്ലാം 200 എബവ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് സ്കിന്നിൽ ഒരുപാട് ഭയങ്കര ലൈറ്റായിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ഭയങ്കര ലൈറ്റായിട്ട്. കാരണം നമ്മൾ ഈ ഇങ്ങനെ ആമർത്തി പീഡിച്ചിട്ട് അങ്ങോട്ട് കുറെ പ്രോഡക്റ്റ് ഒരു സൈഡിൽ വാരി അങ്ങ് ഇടുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് ഭയങ്കര വൈറ്റ് വാഷ് അടിച്ച പോലെ തോന്നും. പക്ഷെ എനിക്കിത് ഒരു ഫ്ലോലെസ് ഫിനിഷ്. ഇതിന്റെ എടുത്തു പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ ഇതിന്റെ ഷൈനിങ് ആണ്. ഷൈനിങ് എന്ന് വെച്ചാൽ അപാര ഷൈനിങ് ആണ്. നമുക്ക് എന്താണ് ഒരു ഹൈലൈറ്ററിന്റെ ഒന്നും ആവശ്യം. നിങ്ങൾക്ക് ഒരു ഗ്ലോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ ഇത് അതിന്റെ പെർഫോമൻസ് ആണ്. ഓക്കെ, ഈ ഒരു ഫൗണ്ടേഷന്റെ പെർഫോമൻസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്കൊരു ഹൈലൈറ്റർ നല്ല ഗ്ലോ എന്ന് വെച്ചാൽ ഒരു നാച്ചുറൽ ഗ്ലോ ഉള്ളിൽ നിന്ന് വരില്ല, അതുപോലെയാണ് വരണത്. പിന്നെ ഇവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഡാർക്ക് സ്പോട്ട്സ് കവർ ചെയ്യും എന്നുള്ളതാണ്. എനിക്ക് ഇവിടെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, ഇവിടെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. ഇതൊക്കെ ഇപ്പോഴും വിസിബിൾ ആണ്. ഓക്കെ, വിസിബിൾ ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് ആണ്. ഞാനിത് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. നമ്മൾ സെപ്പറേറ്റ് എടുത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ കൺസീൽ ചെയ്യുമ്പോൾ ഭയങ്കര ഓവറായിട്ട് തോന്നും. ഓക്കെ, ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ വെളുത്തിരിക്കും. ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഒരു കവറേജ് വളരെ ഷിയർ കവറേജ് ആണ് തരുന്നത്. വളരെ ഷിയർ കവറേജ്. കാരണം ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമെങ്കിലും ബിൽഡപ്പ് ചെയ്യുമ്പോഴത്തേക്കാണ് കൂടുതലും വൃത്തികേടാവുന്നത്. ഒരു നാച്ചുറൽ ഫിനിഷ് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഇതൊരിക്കലും ഡാർക്ക് സ്പോട്ട്സ് കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫൗണ്ടേഷൻ അല്ല. ഒരു ഈവൻ ഫിനിഷിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് 100% യൂസ് ചെയ്യാം. ഓക്കെ, ബാക്കി വീഡിയോ ഇങ്ങനെ കാണണം, എന്നാലേ ബാക്കി ഡീറ്റെയിൽസും കൂടെ പറയണേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ കൺസീലർ, നമ്മൾ ഈ മേബിളിൻ്റെ കൺസീലർ, അതുപോലെ എന്താണ് ലാക്മിയുടെ ഒക്കെ കൺസീലർ ഉണ്ടല്ലോ, ഈ ഒരു കൺസീലർ ഒന്നും നമ്മളെ ഡാർക്ക് സ്പോട്ട്സ് കവർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ കവർ ചെയ്യുന്നത് പോലെ ഇതൊരു കവറേജ് തരില്ല. ഒരു ഷിയർ കവറേജ് ആണ്. ഒരു ഫ്ലോലെസ് ലുക്ക് തരും, ഒരു ഇവൻ ലുക്ക് തരും, ഒരു ഷൈനിങ്ങും തരും. ഇതാണ് ഇതിന്റെ പെർഫോമൻസിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ അൺഡ്രൈ ഡാർക്ക് സർക്കിൾസ്. ഓക്കെ, ഡാർക്ക് സർക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തൊന്നുമില്ല, ഒരു പരിധി വരെ കവർ. നിങ്ങൾക്ക് ഈ ഒരു എന്താണ് ഡിഫറൻസ്, ഞാൻ ഈ മുഖത്തിട്ടതിൻ്റെയും ഈ കഴുത്തിലിട്ടതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കുറച്ചുകൂടെ വെളുത്തിട്ടാണുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴുത്തിൽ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, പിന്നെ ഇത് ഏതൊക്കെ സ്കിൻ ടോൺകാർക്ക് യൂസ് ചെയ്യാം എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഭയങ്കര ഇതിനകത്ത് പ്രോഡക്റ്റ്. ഓക്കെ, എന്നെ സംബന്ധിച്ച്
എനിക്ക് ഈ പ്രോഡക്റ്റ് വെർത്ത് ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, 210 രൂപയ്ക്ക് ഒരു ഷിയർ കവറേജിൽ നല്ലൊരു ഗ്ലോ തരുന്ന ഒരു ഫൗണ്ടേഷൻ എനിക്ക് നല്ലതായിട്ട് തോന്നി. എനിക്ക് അങ്ങനെ മോശം പറയാനായിട്ടൊന്നുമില്ല. പിന്നെ ഡാർക്ക് സ്പോട്ട്സ് ഒന്നും കവർ ചെയ്യുന്നില്ല, പിഗ്മെന്റേഷനും കവർ ചെയ്യുന്നില്ല, ഷൈനിങ് ഒക്കെ തരുന്നുണ്ട്, അതിൽ ബെസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ചെറുതായിട്ട് ഞാൻ ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ വൃത്തികേടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് മൂന്നാമത്തെ എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, നിങ്ങൾ നല്ല ഡീപ്പർ സ്കിൻ ടോൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്യണ്ട. കാരണം നല്ല ഡീപ്പർ സ്കിൻ ടോൺ ആണെന്നുള്ളവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ആഷി ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് ചേരാത്ത ഒരു ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ പിഗ്മെന്റേഷനുള്ള ഭാഗത്ത് ഇവിടേക്ക് ആയിരിക്കും നമുക്ക് കൂടുതൽ പിഗ്മെന്റേഷനും പിഗ്മെന്റേഷനും അതുപോലെ ഈ ഏരിയയിലൊക്കെ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വരില്ലേ, അതൊന്നും കൺസീൽ ചെയ്യാത്ത സ്ഥിതിക്ക് അത് ഭയങ്കര ഈ ബ്ലാക്കും നമുക്ക് ചേരാത്ത ഒരു ഷെയ്ഡും കൂടെ വരുമ്പോഴത്തേക്കും, അതായത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും ഈ ഒരു ചേരാത്തൊരു ഷെയ്ഡും കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ആഷ് കളർ ആയി പോകും. അതൊരു ഡീപ്പർ സ്കിൻ ടോണിന് ഞാനിത് സജസ്റ്റ് ചെയ്യില്ല. ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ടോണിന് ഇത് യൂസ് ചെയ്യാം. മീഡിയം സ്കിൻ ടോൺകാര് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് അപ്ലൈ വാരി വലിച്ച് അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് ആദ്യം കുറച്ചായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഒരുപാട് വീഡിയോയിൽ ഞാൻ കണ്ടത് കൊണ്ട് എനിക്കിത് ട്രൈ ചെയ്യണം എന്നൊരാഗ്രഹം ഉള്ളത് കൊണ്ടിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ്. കാരണം അവർ പറയുന്നത് ചിലപ്പോൾ അവരുടെ സ്കിന്നിന് ചേരുന്ന പോലെ ആയിരിക്കില്ല എനിക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാൻ വേറൊരു ഡസ്കി സ്കിൻ ടോൺ ഉള്ളൊരു ആളുടെ കൂടെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ആളുടെ ഫേസിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ്. ഓക്കെ, എനിക്ക് ആളുടെ ഫേസിലിട്ടപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇതില് ഒരു തരത്തിലും കേക്കി ആയിട്ട് കിടക്കുന്നേ ഇല്ല. പല ഫൗണ്ടേഷനിലും നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഇങ്ങനെ കേക്കി ആയിട്ട് ഇങ്ങനെ ഈ പോഴ്സിന്റെ ഇടയിൽ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ക്രീസ് ആവും. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നം ആക്കത്തേ ഇല്ല ഗൈസ്. അത് 100% എത്ര സമയം കഴിഞ്ഞാലും ഈ ഫൗണ്ടേഷൻ നിൽക്കുന്ന സമയത്ത് മൊത്തം ഇവിടെ ഇങ്ങനെ ഷൈനിങ് ആയിട്ട് തന്നെ ആയിരിക്കും. ക്രീസ് ആവാത്തൊരു ഫൗണ്ടേഷൻ ആണ്. ക്രീസിങ്ങിൽ നിങ്ങൾക്ക് ഒരു പേടി വേണ്ട, ക്രീസ് ആവത്തില്ല, കേക്കി ആവത്തില്ല, ഒന്നും ആക്കത്തില്ല. പിന്നെ ഞാനിത് യൂസ് ചെയ്തത് ഡാം സ്പഞ്ച് ആണ് കേട്ടോ. അതായത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് സ്ക്വീസ് ചെയ്ത് എടുത്ത ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് ഞാൻ ഇത് എടുത്തിട്ട് അപ്ലൈ ചെയ്തത്. നിങ്ങൾ വാങ്ങിച്ച് യൂസ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ ഈ ബ്യൂട്ടി ബ്ലെൻഡറിൽ നിന്ന് ഒറ്റൊരു ഇങ്ങനത്തെ ഒരു പ്രസിംഗ് മാത്രമേ പാടുള്ളൂ. എന്നിട്ട് അപ്ലൈ ചെയ്യാം. വീണ്ടും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീണ്ടും ജസ്റ്റ് കുറച്ചെടുക്കുക. അങ്ങനെ ബിൽഡ് ചെയ്ത് പോവുക. ആദ്യം തന്നെ ഒരുപാട് വാരി വലിച്ചെടുത്ത് ബിൽഡ് ചെയ്യരുത്. പിന്നെ ഞാൻ ഈ വാങ്ങിച്ച ഷെയ്ഡ് എന്ന് പറയുന്നത് ബേജ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അത് കുറച്ച് ലൈറ്റർ ആണ്. പിന്നെ നാച്ചുറൽ എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് ഉണ്ട്. അതിന്റെ സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ടാണ് എനിക്ക് വാങ്ങിക്കാൻ പറ്റാത്തത്. അത് മാത്രമല്ല ഞാനത് വേറൊരു ബ്രാൻഡിന്റെ വേറെ ബ്രാൻഡാണോന്നും എനിക്ക് അറിയില്ല. വേറെ 2-3 പ്രോഡക്ട്സ് ഇങ്ങനെ നാച്ചുറലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സുനിഷയുടെ. അതിൽ ഒരെണ്ണം സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. ഒരെണ്ണം എന്ന് വെച്ചാൽ എനിക്ക് കാണിച്ചത് റേറ്റ് സെയിം റേറ്റ് തന്നെയാ, പക്ഷെ ഡെലിവറി ഒരുപാട് ലേറ്റ് ആവുമെന്ന് കാണിച്ചു. ഒത്തിരി ലേറ്റ് ആവുമെന്ന് കാണിച്ചുകൊണ്ടാണ് പിന്നെ ഞാനത് ഓർഡർ ചെയ്യാത്തത്. നാച്ചുറൽ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് ഒരു 1-2 ഷെയ്ഡ് താഴെ വരുന്ന ഷെയ്ഡാണ്. അത് മേ ബി ഡീപ്പർ സ്കിൻ ടോൺകാർക്ക് ചേരുന്ന ഒരു ഷെയ്ഡാണോ എന്ന് എനിക്കറിയില്ല. നാച്ചുറൽ ഷെയ്ഡ് ഇത് ബേജ് ഷെയ്ഡാണ്. ഓക്കെ, ബേജ് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വൈറ്റ് ആയിരിക്കും. നാച്ചുറൽ മേ ബി എനിക്ക് സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡ് ആയിരിക്കാം, പക്ഷെ അത് എനിക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ബേജ് ഷെയ്ഡിലോട്ട് പോയത്. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ആണ്. വെള്ളത്തിലൊന്നും ഇറങ്ങിയാൽ പോകത്തില്ല, വെള്ളത്തിൽ കുളിച്ചാൽ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് ആണോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഞാൻ വെള്ളം ഒരു സ്പ്രേ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്, ഇല്ലെങ്കിൽ എനിക്ക് തന്നെ പണിയാവും ഗൈസ്. അതുകൊണ്ടിട്ട് ഞാൻ സ്പ്രേ ബോട്ടിൽ എടുത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണേ. ജസ്റ്റ് ഒന്ന് ഇതാവട്ടെ, ഒന്ന് സെറ്റ് ആവട്ടെ. എന്ന് വെച്ചാൽ ഒരുപാടല്ല, ഈ വെള്ളം ഒന്നും ഒരു ഇതാവട്ടെ. ഓക്കെ, വൈറ്റ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും വാട്ടർ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇട്ട ഉടനെ തന്നെ അങ്ങ് വെള്ളം കോരി സ്പ്രേ ചെയ്യുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇട്ട് ഒരു 2 to 3 മിനിറ്റ്സ് കഴിയുമ്പോൾ മാത്രമേ വാട്ടർ ടെസ്റ്റ് നടത്താൻ പാടില്ല. കാരണം ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ വാട്ടർ ടെസ്റ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിന്റെ ടെസ്റ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഊരിപ്പോരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിനു ശേഷം മാത്രം വാട്ടർ ടെസ്റ്റ് നടത്തണം കേട്ടോ. ഓക്കെ, ഈ ഒരു ഇതെടുത്തിട്ടുണ്ട്.
ഇതിനകത്ത് ഒന്നും വന്നിട്ടില്ല. ഒരു തരത്തിൽ ഒരു പ്രോഡക്റ്റും എനിക്ക് ടിഷ്യൂ വെച്ചിട്ട് വൈപ്പ് ചെയ്ത സ്ഥലത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പുറത്തൂടെ ഞാൻ ടെസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് പിന്നെ ലിപ്സ്റ്റിക് മാത്രമേ ഉള്ളൂ ഗൈസ്. ഈ സൈഡിൽ ഇപ്പുറത്തെ സൈഡ് ടെസ്റ്റ് ചെയ്യാം. ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇതൊരു 100% വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാം, ഇത് സ്വെറ്റ് പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ സ്വെറ്റ് പ്രൂഫ് ടെസ്റ്റ് ആയിട്ട് അങ്ങനെ നടത്തിയിട്ടൊന്നുമില്ല. ഞാൻ ഒരു തവണ ഇത് യൂസ് ചെയ്തിട്ട്, ഇത് കിട്ടിയ അന്ന് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് അത്ര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കുറച്ച് സമയം നിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 4 to 5 hours ഒക്കെ നിൽക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഇത് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ റീഅപ്ലൈ ചെയ്യുമ്പോൾ ഇത് കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് റീഅപ്ലൈ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. കാരണം റീഅപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അത് കുറെ നേരം വീണ്ടും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ റീഅപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒട്ടും കേക്കി ആക്കാത്ത ഒരു പ്രൊഡക്റ്റും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ച് ട്രൈ ചെയ്യാം. ഞാൻ പറഞ്ഞ ഡീപ്പർ സ്കിൻ ടോൺ കാര്യം വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും നല്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നാച്ചുറൽ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് വാങ്ങിച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എത്രത്തോളം വർക്കാവും എന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഷെയ്ഡ് കണ്ടിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ പൊതുവെ ഫൗണ്ടേഷൻ ഷെയ്ഡ്സിൽ ബേജിനെക്കാളും തൊട്ട് താഴെ വരുന്ന ഡീപ്പർ സ്കിൻ ടോണിന് വരുന്ന ഒരു ഷെയ്ഡാണ് നാച്ചുറൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യാം. ഞാൻ വാങ്ങിച്ചത് 210 റുപ്പീസിന് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാ സൈസിലും ഇത് അവൈലബിൾ ആണ്. ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, നൈക്ക, അങ്ങനെ എല്ലാത്തിലും ഇത് അവൈലബിൾ ആണ്. ഇതൊരു കൊറിയൻ ഫൗണ്ടേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഈ കൊറിയക്കാർക്ക് വേണ്ടിയിട്ടാണ്. കൊറിയക്കാരുടെ സ്കിൻ അറിയാലോ, നമ്മളിപ്പം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എവിടെ നോക്കിയാലും കൊറിയൻ സ്കിൻ ആണല്ലോ. അവർക്ക് ഓൾറെഡി ഒരു ഗ്ലാസ് സ്കിന്നാണ്, വൈറ്റ് സ്കിന്നാണ്. അപ്പോൾ ഭയങ്കര ഫെയർ ആണ് അവര്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഇത് ഉണ്ടാക്കിയിരിക്കണേ. അപ്പൊ അവർക്ക് ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര ഗ്ലാസ് സ്കിന്നായിട്ട് ഫീൽ ചെയ്യും. ഇത് ഗ്ലാസ് സ്കിന്നായിട്ട് ഫീൽ ചെയ്യും. കവറേജ് അധികം കവറേജ് തരില്ല, ഒരു ഷിയർ കവറേജ് ആണ്. വാട്ടർ പ്രൂഫ് ആണ്. സ്വെറ്റ് പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ 100% സ്വെറ്റ് പ്രൂഫ് അല്ല. ഒരു 40% സ്വെറ്റ് പ്രൂഫ് ആണ്. പിന്നെ ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ. ഷെയ്ഡ് വന്നിട്ട് ബേജ് ആണ്. അപ്പൊ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് വീണ്ടും ഇതിനൊരു ഡൗട്ട് വരാതിരിക്കാനാണ്. അതല്ല, നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഈ ഒരു ഫൗണ്ടേഷന്റെ കാര്യത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമന്റ് ചെയ്യുക. അതിനുള്ള റിപ്ലൈ ഞാൻ 100% ഞാൻ സിൻസിയറോട് കൂടി തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലുള്ള ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.